on State Highway 6A for 6 kilometers. ആരുതാ ഗുഡ് മോർണിംഗ്. വെരി നൈസ് ഗുഡ് മോർണിംഗ്. ഓക്കേ, അപ്പോ നമ്മൾ ഇന്ന് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് തിരിച്ച് ക്രൈസ്റ്റ് ചർച്ചിലല്ലോ ക്യൂൻസ്റ്റൗണിൽ നിന്ന് നമ്മൾ ലേക്ക് ടിക്കാപ്പൂലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇപ്പൊ താൽക്കാലികമായി ക്രൈസ്റ്റ് ചർച്ച് ടൗണിനോട് നമ്മൾ ഇവിടെ പറയുകയാണ് അല്ലേ. ഞങ്ങള് ക്യൂൻസ്റ്റൗണിൽ നിന്ന് പോവാണ്. ഈ ചേൻ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഇവിടെ പറയുകയാണെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? അത് ശരിയാണല്ലോ. ഈ ക്രൈസ്റ്റ് ചർച്ച് എന്ന വായിൽ വരുന്നു. ഈ ക്യൂൻസ്റ്റൗണിൽ വന്നിട്ട് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നു. ക്രൈസ്റ്റ് ചർച്ച് വേറെ, ഇത് വേ അത് റേ. State Highway 6. Continue on State Highway 6 for 49 kilometers. ഔട്ടർ ലൈൻ ഉണ്ടല്ലേ. സൈഡിലത്തെ ആ ചെടി നോക്കിയ മോനെ, ആ നോക്ക് ഒരു കാര്യം പറയാനാ. എനിക്ക് ഒറ്റ ഇട്ട് ഇങ്ങനെ നിന്നിട്ടേ അതില് പൂക്കള് കണ്ടായിരുന്നോ നിങ്ങള്? എന്തൊക്കെ വൈവിധ്യങ്ങളാണ് അതെന്ന്. നമ്മൾ ഇന്ന് ക്യൂൻസ്റ്റൗണിൽ നിന്ന് പുറപ്പെട്ടെന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഒരു വൈനറി കാണാൻ വേണ്ടിട്ടാണ്. എവിടെയായിരുന്നു ചെയ്യാൻ സ്ഥലം? ഗിബ്സൺ വാലി വൈനറി. അതെ, ഗിബ്സ്റ്റൺ വാലി വൈനറി. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊന്നും ഒരുപാട് വലിയ സംഭവം ഇവിടെ ഒരുപാട് വൈനറി ഉണ്ടെങ്കിൽ കൂടുതൽ കുറച്ചധികം പറഞ്ഞു കേട്ടൊരു വൈനറിയാണ്. അതെ, അതിന്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ പോയി ടേസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടുന്നു. അതെ, അപ്പൊ ഞങ്ങള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ആറാ ടൗണിലേക്ക് ഈ വെയിലിൽ നിന്നും പോകാമായിരുന്നു. അതിന് ഒരു വഴി അവിടെ കാണിച്ചു. അപ്പൊ നമ്മള് ക്രോംബെൽ വെസ്റ്റ് കോസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, നേരെ വിട്ടാലോന്ന്. എന്തായാലും നമ്മള് വൈനറി കണ്ടിട്ട് അടുത്ത പരിപാടി ഉള്ളൂ അല്ലേ? അപ്പൊ വൈനറിയിലേക്ക് പോകാം. ഇവിടെ scenic ഒക്കെ വൈനറി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ലേക്ക് ടിക്കാപ്പൊക്കെ പോകണമെന്നുണ്ട്. ഇവിടുന്ന് വിട്ടു. ഇപ്പൊ എന്താ പറയണ്ടേ, വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മക്കൊന്നും എത്തിയില്ല എന്ന് പറയുന്ന പോലെ ആവാം. ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് സീനിക് പോയിന്റുകൾ ഉണ്ട്. പക്ഷെ വൈനറി മാത്രം കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാല്, കാരണം വൈനറി ഒരുപാട് കാണാനുണ്ടെന്നാ പറയുന്നത് ഗൂഗിളിൽ വെച്ച് നോക്കുമ്പോ. അപ്പൊ നമ്മള് ഓരോത്തിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലോ. അപ്പൊ സീനറി കാണാനാണ് അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. ചിലപ്പോ വൈനറി തന്നെ ഒരുപാട് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് മറ്റുള്ള പോയിന്റുകളൊക്കെ മിസ്സായി പോകും. അതായത് സമയം എങ്ങനെയാണെന്ന് അറിയില്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ചേട്ടനാണെങ്കിൽ ഈ 1 day ട്രിപ്പ് ഫ്രം ക്യൂൻസ്റ്റൗൺ ടു ക്രൈസ്റ്റ് ചർച്ചിനൊക്കെ വെച്ചപ്പോഴേ
ചിലപ്പം ഗൂഗിൾ ആൻഡ് വിചാരിച്ചിട്ടുണ്ടാവും ഓ ഇതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഇവരെ കാണിച്ചേക്കാം, അതുകൊണ്ടായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒരുപാട് സമയം ഉണ്ടെന്ന് ഗൂഗിൾ ആൻഡിക്ക് അറിയില്ലല്ലോ, ശരിയായിരിക്കാം. അതെ, നമ്മളിവിടെ താമസിച്ചാണ് സൂര്യൻ അസ്തമിക്കുന്നതിനുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും. It's a beautiful day, isn't it? Oh, Beautiful, sunny. have a good one, y'all. Yeah. Thank you. വൈദ്യുതി ഇവിടെ Yeah.
you so much for your help. Is it okay to take the video? Is it okay to take the video? Thank you. And sometimes some people's not allowed to actually. Get your video and post on social media. Oh, Yeah. yeah, we do that. We have vlogging doing. Nice, that's good. Yeah. Actually, we don't know what to do here. Okay, so you can have like different flights with different glasses, or you can like take wine by the glass. We have also some cave. Like the cave is a walking environment with some barrels and yeah. But yeah, if you want, take a glass there or just like small plates. It's up to you. എന്താണ് സംഭവം? ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. Still have $5, so I'll give a ticket first. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ സംഭവം. This is the price for this? Yes. Oh, okay. But in the meantime, have a look our cheesery, or you want to try some wine tasting? Okay. Groups of more than 4 people must choose the same flight. You will then enjoy a private tasting at your table. Which one is that? No, അതിന് more than 4 people വേണം. But you can take one of that one and another one, yeah, there is no issue. Okay. So what there is like some, here we are very famous for Pinot Noir, it's 80% of the vineyards in central Ottawa are Pinot Noir. Okay. But you have like also very interesting wine, very mineral, very aromatic. Some white will be here, some premium wines, it will be the first class, and then you will have a mix of different wines. You will have a sparkling, a rosé, a dry white wine, and then a Pinot Noir, so red. So what's the taste about it? Sweet or? Sorry, sweet. If you want a sweet one, it will be the late harvest. But if you want, I can give you like just like a small glass if you want just to try. Okay. Okay. You prefer sweet? Yeah, that's too better. I can give you like a just like Yeah. a little one. This is a late harvest Pinot Gris. So late harvest, everything is in the name. It's something that will harvest at the last moment. So the grapes will be drier, and on that one you will have what we call double rot or botrytis. It's like a fungus disease, very natural, and it will remove the water inside, and you will just have like some sugar, so very concentrated on it. Okay. And also we let some grapes dry under the sun, so you will have a lot of dried stone fruits, some exotic fruits. It's a lovely one. Okay. Good. Try just. Yeah, good. Thank you. You try. I'll take video. How do you feel? It's nice actually. Look at that. Come on. Yeah? No. പേരെഴുതി വെച്ചേക്കുന്നതാണെങ്കിലും ചെടികൾ നട്ടേക്കുന്നതാണെങ്കിലും ഒക്കെ ഈ ഇതിനെന്നാ പറയുന്നത് വെച്ചാൽ എന്ത് ബാരൽസ് എന്നാണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടില് ഇതാണ്
ഈ മൗണ്ടൻ്റെ അടിയിലാണ് ഇവർ വൈൻ കൊണ്ടുപോയിട്ട് ശേഖരിച്ച് വയ്ക്കുന്നത്. ചുറ്റും മലയാണ്. നല്ല രസം കാണാൻ, അടിപൊളി. നമുക്ക് കുടിക്കാനുള്ള വൈൻ അവിടെ വന്നിട്ടുണ്ട്, അത് പോയി കഴിക്കട്ടെ. സൈഡിലൊക്കെ ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ, അതൊരു ഷോപ്പാണ്. ഷോപ്പ് പോലെ എന്തോ. We can sit there. Okay. The corner. The corner? Yeah. Yeah, we can a bit of sun, maybe? Yeah, we can take that table. Okay. Yeah. This one. Yeah. Okay, so every day is a holiday. So what you will have here, so just to give you like some information, for Gibbston Valley Wines, we have 7 different vineyards. We have 3 vineyards around the property called the Gibbston Valley Wine area. That's the coldest place in central Otago. Okay. But if you follow the road at 30 minutes from here, if you follow like the river, you will have the city called Cromwell. Have you ever been there? Yeah. So there you will have the Lake Dunstan. On one side of the lake, you will have the Pisa wine sub-region, and on the other side of the lake, you will have the Bendigo wine sub-region. It's warmer there than here. We have 4 vineyards there, so thanks to that, we can make different wines. Okay. ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു പോകും അല്ലേ? അവരുടെ സംസാരം, അവരുടെ ഈ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു സ്വീറ്റ് ഉണ്ട്. നല്ല കാറ്റുണ്ട്, നീ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, എങ്കിൽ പോലും ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം. നല്ലതായിരുന്നു. അപ്പൊ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോലെ നമ്മളൊന്ന് വെറുതെ ഓടിച്ചു നോക്കി. ആണ് മുന്തിരികളുടെ കണ്ടോ, വണ്ടി എടുക്കുക നോക്കണേ. അപ്പോ നമ്മൾ വൈനറി കണ്ട് കഴിഞ്ഞങ്ങ് ഇറങ്ങുവാണ് അടുത്ത സ്ഥലത്തേക്ക്. Turn right onto State Highway 6. Continue on State Highway 6 for 35 kilometers.
ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല, കാരണം ചീസ് പൊതുവെ നമ്മളങ്ങനെ ഉപയോഗിക്കാത്തെന്ന് പറഞ്ഞാൽ അത്ര വലിയ പഥ്യമില്ലാത്ത ആൾക്കാരായത് കാരണം അത് ചെയ്തിട്ടില്ല. അതുപോലെ അവർക്ക് ഒരു റിസോർട്ടും കൂടി ഉണ്ട് അപ്പുറത്ത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴേക്ക്. അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ അതുപോലെ അവരുടെ റെസ്റ്റോറന്റ് ഉണ്ട് ഗിബ്സ്റ്റൺ വാലിക്ക് തന്നെ, സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അത് 11:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, 11:30 ലഞ്ചായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആൾക്കാരൊക്കെ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അതിന്റെ അർത്ഥം എന്തായാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. എന്തായാലും കണ്ടെടുത്തോളം നല്ല ആംബിയൻസ്, നല്ലൊരു സംഭവമായിരുന്നു. കുറച്ചുകൂടെ സമയം നമുക്ക് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരാമായിരുന്നു. പക്ഷെ പിള്ളേരെ അതെ കാണാനുണ്ട്. ഈ നമ്മളിപ്പോ പോകുന്ന വഴിയിലുള്ള സൈഡിലൊക്കെ കാണുന്ന ആ ഇതൊക്കെ അവരുടെയാണ്, ഈ മുന്തിരി അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞ മുന്തിരി ചെടികൾ കാര്യങ്ങളൊക്കെ അവരുടെ തന്നെയാണ്, ഗിബ്സ്റ്റൺ വാലിയുടെയാണ്. ഗിബ്സ്റ്റൺ വാലി അല്ലാതെ തന്നെ ഇവിടെ കുറെ ചെറിയ ചെറിയ വൈനറീസ് കാര്യങ്ങൾ അവരവരുടെ പേരുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡ് സൈഡിൽ വേറെയും ഉണ്ട്. അതൊക്കെ ആരുടെയാണെന്ന് അത് നമുക്കറിയില്ല. കുറെ പേരുകൾ കണ്ടു അല്ലേ, ഒരുപാട് അവിടെ കയറിയത്. അതെ, അത് പറഞ്ഞ് കേൾക്കുന്നതിന് ഒന്നും കുറ്റം പറയാനുമില്ല ഇവരുടെ. അതെ, പിന്നെ നമ്മുടെ വീഡിയോയിലുണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് കേൾക്കാം. അത്രയൊക്കെയാണ് പറയാനുള്ളത്. അതാ മറ്റേ എന്താ ചോക്ലേറ്റ് ടേസ്റ്റിങ്ങിന്റെ സംഭവമാണെന്ന് തോന്നുന്നല്ലേ. അല്ല, നമ്മൾ അവിടെ ചെയ്തില്ലേ, അവിടെ കണ്ടില്ലേ, ആരോ ടൗണിലുണ്ടായിരുന്ന ഐസ്ക്രീമിന്റെ സംഭവം, അതുപോലത്തെ. അതൊക്കെയാണ് കാണാനുള്ളത്. ഇനിയിപ്പോ അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇത് മൗണ്ട് എഡ്വേർഡ് വൈനറി. അതെ, എല്ലാം വൈനറീസ് ആണ് ഇവിടെ, എല്ലാം രണ്ട് സൈഡിലും. ആ മല കണ്ടോ, നല്ല രസമുണ്ടല്ലോ. പിസ്സ ആൻഡ് പൈനട്ട് ഓപ്പൺ. അത് അവരാള് പറഞ്ഞത്, നമ്മളോട് പറഞ്ഞായിരുന്നു. പിസ്സ ആൻഡ് അവരുടെ അത് ഗിബ്സ്റ്റൺ വാലിയുടെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കുറച്ചും കൊണ്ട് മുമ്പ്. അതാണ് തോന്നുന്നത്. ചർച്ചോ, സത്യത്തിൽ ഈ വൈനുകളുടെ പേരുകളും അവരുടെ കമ്പനി അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. അതെ, അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാറ്. ഉണ്ടല്ലോ, തരാലോ. ഞാൻ പറഞ്ഞത് അതാണ്, ആ ഒരു മലയാണ്. നമ്മള് ശരിക്കും ലേക്ക് കാപ്പുവിന്റെ ആ ഡയറക്റ്റ് വേ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ നമ്മള് മെയിൻ റോഡിലേക്ക് കയറാൻ വേറെ വഴിയല്ലല്ലോ. അല്ല, വേറെ വഴികളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഞാനിത് പറയാൻ വേണ്ടിട്ടാ, കാരണം ക്യൂൻസ്റ്റൗണിൽ നിന്ന് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് അല്ലെങ്കിൽ ലേക്ക് കാപ്പുവിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഗിബ്സ്റ്റൺ വാലി. അപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യൂൻസ്റ്റൗണിൽ നിന്ന് ഗിബ്സ്റ്റൺ വാലിയിൽ വന്ന് ഈ വൈനാട് കണ്ട് പിന്നെയും തിരിച്ചു പോകേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ. അല്ലേ, പിന്നെ അല്ല, ഇനിയിപ്പോ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടവർ ഇത്തിരി നേരത്തെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. വന്നിട്ട് പിന്നെ ഇവിടെ കണ്ടിട്ട് റിട്ടേൺ പോകണ്ട നീ പറഞ്ഞു അല്ലേ, അത് പറയാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ ക്യൂൻസ്റ്റൗൺ വന്നിട്ട് ക്രൈസ്റ്റ് ചർച്ച് റൂട്ട് വഴി പോകുന്നവർക്ക് ആയിരിക്കും കാണാൻ പറ്റാൻ തോന്നുന്നു. അതെ,
അങ്ങനെയാണ് നമ്മൾ വെച്ചിരുന്നത്. അതനുസരിച്ചാണ് നമ്മള് ഫാസ്റ്റ് വഴി വരുന്നവർക്ക് ഇത് കാണാൻ പറ്റൂല. നമ്മൾ ഇതുവഴി അല്ലായിരുന്നു അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഈ വഴിയല്ലേ ചെയ്യാൻ നമ്മൾ വന്നേ, കാരണം നമ്മള് അപ്പൊ ഫാസ്റ്റ് വഴി വരുന്നവർക്ക് ഇത് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? അല്ല പറയണ്ടേ? അങ്ങനെ എന്ന് വെച്ചാൽ വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഹാസ്റ്റ് പാസ് വഴി വരുന്നവർക്ക് അതിനെ കുറിച്ച് നമ്മള് കൃത്യമായിട്ടൊരു കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് പറയാം. കാരണം ഒറ്റ തവണയിൽ പോയതല്ലേ ഉള്ളൂ. ആ മലകൾ ഇറങ്ങിയാണോ ഇനി ഒരു കാര്യത്തിൽ കൺഫേം ആണ്, ക്യൂൻസ്റ്റൗണിൽ ക്രൈസ്റ്റ് റോഡിൽ കൂടെ പോകുന്നവർക്കാണെങ്കിൽ ഇത് കാണാം. അത്ര പറയൂ. നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് കാണുന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് വഴി പോകും. അപ്പൊ ക്രൈസ്റ്റ് വഴി പോകുന്നവർക്ക് ലേക്ക് ടിക്കാപ്പൂ കണ്ടു പോവാലോ. അതുണ്ടല്ലോ. കാരണം നമ്മളിങ്ങനെ പറയാൻ കാരണം നമ്മൾ വെസ്റ്റ് കോസ്റ്റ് നിന്ന് വന്നത് കൂടെ കേട്ടോ. ക്രൈസ്റ്റ് വരുന്നവർക്ക് എന്തായാലും ഈ വഴി തന്നെയല്ലേ അവർ പോകുള്ളൂ. അങ്ങനെ ആയിരിക്കും. മറ്റു വഴികളെ കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതിനാൽ അതിനെ കുറിച്ച് ഒരു വലിയ വിവരണം ഞങ്ങൾ തരുന്നില്ല. അതല്ലേ കറക്റ്റ്? അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പറഞ്ഞു തരാനായിട്ട് അറിയില്ല. വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ചോടിക്കുക. വളവും തിരിവും അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന വഴികളായതുകൊണ്ട്, നല്ല വഴികളായതുകൊണ്ടും നമ്മൾ സ്പീഡിൽ പോകും. നമുക്ക് എത്ര പറയാനുള്ളൂ. കോൺസെൻട്രേഷൻ റോഡ് അല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യുക, കെയർഫുൾ ആയിരിക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്.